സൈബർ തട്ടിപ്പ് കേസുകളിലെ പ്രതിപട്ടികയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. എന്താണ് കാരണം? ഓപ്പറേഷൻ സൈഹണ്ടിൽ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. എങ്ങനെ പിടിച്ചുകിട്ടും സൈബർ കൊള്ളക്കാരെ? സൈബർ തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്ക് സഞ്ചരിക്കുകയാണ് വിഷ്ണു സുരേഷ്. സംസ്ഥാനത്തെ സൈബർ തട്ടിപ്പ് സംഘത്തെ പൂട്ടാൻ കേരള പോലീസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, അതായിരുന്നു ഓപ്പറേഷൻ CY ഹണ്ട്. 300 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തി. 263 പേരെ അറസ്റ്റ് ചെയ്തു. 363 കേസ് രജിസ്റ്റർ ചെയ്തു. കൊച്ചിയിൽ മാത്രം 10ഓളം വിദ്യാർത്ഥികളാണ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. സൈബർ ലോകത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നു. ഏലൂരിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയത് 3 വിദ്യാർത്ഥികളെ. അഭിഷേക്, ഹാഫിസ്, അൽത്താഫ്. തട്ടിപ്പ് പണം ATMിൽ നിന്ന് പിൻവലിച്ച് പുറത്തിറങ്ങുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. എന്തുകൊണ്ടാണ് കോളേജ് വിദ്യാർത്ഥികൾ സൈബർ സംഘത്തിനു വേണ്ടി വിടുപണി ചെയ്യുന്നത്? എന്തുകൊണ്ടാണവർ തട്ടിപ്പിൻ്റെ ഭാഗമാകുന്നത്? പരിശോധിക്കാം. അപ്പോൾ ഇന്നലെ സൈഹണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത റെയ്ഡുകളിലെ കുറേ വിദ്യാർത്ഥികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മനസ്സിലായത്, ഈ വിദ്യാർത്ഥികളടുത്ത് നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, പുതിയത് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയും അല്ലെങ്കിൽ പഴയ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, അവർ വിശ്വസിപ്പിച്ചിട്ടാണ് ഈ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നത്. മ്യൂൾ അക്കൗണ്ടുകൾ. സൈബർ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളെ പൊതുവായി വിളിക്കുന്ന പേരാണ് മ്യൂൾ അക്കൗണ്ടുകൾ. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് സൈബർ സംഘം നടത്തുന്ന തട്ടിപ്പിൽ ഈ അക്കൗണ്ടുകൾ നിർണായകമാണ്. വിദ്യാർത്ഥികളോട് ചെറിയ കമ്മീഷൻ തരാമെന്നും ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ മറ്റും വലിയ ലാഭം നൽകാമെന്നും ഒക്കെ പറഞ്ഞ് പറ്റിച്ചാണ് അവരുടെ അക്കൗണ്ട് സൈബർ തട്ടിപ്പ് സംഘം കൈക്കലാക്കുന്നത്. പിന്നാലെ അവരുടെ KYC, ബാങ്ക് പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, ATM കാർഡ് എന്നിവ സൈബർ തട്ടിപ്പ് സംഘം കൈക്കലാക്കുകയും അക്കൗണ്ടിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയും ചെയ്യും. ഇതാണ് ഈ ചെറിയ കമ്മീഷന് വേണ്ടി വിദ്യാർത്ഥികൾ പോകുമ്പോൾ അവർ ഈ സൈബർ തട്ടിപ്പിൽ പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. കുറച്ച് ആൾക്കാർ പറയുന്നത്, ഈ ഗെയിമിംഗ് ആപ്പിൽ കൂടെ അവർക്ക് കുറേ പൈസ കിട്ടാനുണ്ട്. ആ കിട്ടുന്നതിനെ അവർക്ക് അവർ അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് പുതിയ അക്കൗണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു 5000 നിങ്ങൾക്ക് തരാം, നമുക്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്, അക്കൗണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. സൈബർ കൊള്ളക്കാരുടെ സുരക്ഷാ കവചമാണ് അക്കൗണ്ട് ഉടമകൾ. ഏറ്റവും ആദ്യം ഒരു സൈബർ കേസ് രജിസ്റ്റർ ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെടുക ഈ അക്കൗണ്ട് ഉടമകളാണ്. മ്യൂൾ അക്കൗണ്ടുകൾ പൊതുവെ നിയന്ത്രിക്കുന്നത് ദുബായിൽ നിന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക ശ്രമകരമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സൈബർ കേസുകളിൽ ബലിയാടാകുന്നത് ഉടമകളാണ്, അക്കൗണ്ട് ഉടമകളാണ് എന്ന വിലയിരുത്തൽ പോലീസിനുള്ളത്. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, പ്രധാനപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഈ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തത് ബാങ്ക് അക്കൗണ്ട്, രണ്ടാമത്തത് സിം കാർഡുകളാണ്. അപ്പോൾ അവരുടെ സിം കാർഡുകളോ ബാങ്ക് അക്കൗണ്ടുകളോ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയോ അവർ ചോദിച്ചാൽ കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ കുറ്റകൃത്യങ്ങളിൽ ഇവർക്ക് ഭാഗം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കാണേണ്ടി വരും. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ലെയറിലല്ല, ടോപ്പ് ലെയറിലേക്ക് അന്വേഷണം പോയാൽ മാത്രമേ സൈബർ തട്ടിപ്പ് സംഘത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനാകൂ. ചെറിയ തുകയ്ക്ക് വേണ്ടി അക്കൗണ്ടുകൾ വിൽക്കുന്ന പ്രവണത വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. പരിശോധനകൾക്കൊപ്പം കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണത്തിനും പോലീസ് തയ്യാറാകണം. ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ കുടുങ്ങും. അതുവഴി അവരുടെ ഭാവി തന്നെ ഇല്ലാതാകും. കൊച്ചിയിൽ നിന്ന്
ക്യാമറാമാൻ VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.